ഇപ്പോൾ AIYF-ന്റെ സംസ്ഥാന പ്രസിഡന്റ് എൻ അരുൺ കൂടെ ടെലിഫോൺ ലൈൻ ചേരുകയാണ്. അരുൺ, ഇപ്പോൾ ധാർമ്മികതയുടെ ഒരു പ്രശ്നമാണ് ഉയർത്തി കാണിക്കുന്നത്. കാരണം സ്ത്രീ സംരക്ഷകരെന്ന് പറയുന്ന സർക്കാർ തന്നെ നിയോഗിച്ച ഹേമ കമ്മിറ്റി, അവരെ സംരക്ഷിക്കാനായി സർക്കാർ നിയോഗിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അതിന്റെ തുടർ ചലനങ്ങളിലാണ് ഇപ്പോൾ ഇത്തരം കേസുകൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. സ്വാഭാവികമായും അത്തരമൊരു ആവശ്യം പ്രതിപക്ഷത്തു നിന്നും മറ്റു ഭാഗത്തു നിന്നും, പ്രത്യേകിച്ച് CPI നിന്നും തന്നെ ഉയർന്നു വരുന്നു. അതിൽ അതിശയമില്ല. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം മാറി നിന്നുകൊണ്ടുള്ള ഒരു അന്വേഷണമല്ലേ ഇവിടെ വേണ്ടത്? ഈ വിഷയത്തില് കർശനമായ നടപടികളാണ് ഗവൺമെന്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വരെ പറഞ്ഞിരുന്നത് മുകേഷിനെതിരെ ദുർബലമായ കേസെടുക്കും, കേസ് അന്വേഷണം ഇഴയുന്നു, രഞ്ജിത്തിനെതിരെ, സിദ്ദിഖിനെതിരെയൊക്കെ കേസെടുക്കാൻ വളരെ പെട്ടെന്ന് സാധിച്ചു, മുകേഷിനെതിരെ കേസെടുക്കാൻ ഇനിയും സാധിച്ചിട്ടില്ല എന്നൊക്കെയാണ് ഇന്നലെ മീഡിയ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഇന്നലെ നിങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ മീഡിയകളോടും ഞാനൊക്കെ പറഞ്ഞത് 7 പേർക്കെതിരെയാണ് ആ നടി വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ളത്. സ്വാഭാവികമായി 7 പേർക്കെതിരെ ഒരുമിച്ച് ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുമ്പോൾ സ്വാഭാവികമായ താമസം ഉണ്ടാവും. ഉറപ്പായും രാജ്യത്ത് നിലനിൽക്കുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നോൺ ബെയിലബിൾ ഒഫൻസ് തന്നെ ചുമത്തും എന്നാണ് പറഞ്ഞത്. ഇല്ല എന്ന രീതിയിലുള്ള വ്യാപകമായ പ്രചരണം അന്നലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ രാവിലെ വ്യക്തമായിട്ടുണ്ട്, നോൺ ബെയിലബിൾ ഒഫൻസ് എടുത്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ കർശനമായി തന്നെ സ്ത്രീകൾക്കൊപ്പം, ഇരകൾക്കൊപ്പം നിൽക്കുന്ന നിലപാടാണ് ഈ ഗവൺമെന്റിനുള്ളത്. ഇപ്പൊ MLA സ്ഥാനത്തിന്റെ കാര്യം മുകേഷിന്റെ പാർട്ടിയാണ് അതിൽ തീരുമാനമെടുക്കേണ്ടത്. മുൻകാലത്തെ നമ്മുടെ ഒരു ചരിത്രമൊക്കെ പരിശോധിക്കുമ്പോൾ അതുകൂടി ഇവിടെ ചർച്ചയ്ക്ക് വിധേയമായി വരുന്നുണ്ട്. ഞാൻ CPIയുടെ ഒരു സംസ്ഥാന കൗൺസിൽ അംഗം എന്ന രീതിയിൽ എന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം ഒരു പൊതു ഇടത്തിൽ പറയുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഞാൻ പ്രതികരിക്കുന്നില്ല. കർശനമായ നടപടികൾ, നിയമ നടപടികൾ, നിലപാടുകൾ വേട്ടക്കാർക്കെതിരെ എടുക്കുന്ന ഗവൺമെന്റ് എന്ന അർത്ഥത്തിൽ തന്നെ ഈ ഗവൺമെന്റിന് നോക്കിക്കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.